കൊച്ചിയാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂര്. വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളിയെ ഗാന്ധിജി ആദ്യമായി സന്ദർശിച്ച വർഷം 1937. 1937 ഗാന്ധിജിയെ ആദ്യമായി സമാധാന നോബൽ പ്രൈസ് നോമിനേറ്റ് ചെയ്തത്. സമാധാന നോബൽ പ്രൈസിന് 5 തവണയാണ് ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്തത്. 5ാമത്തെ സിഖ് ഗുരു അർജുൻ ദേവാണ് സുവർണക്ഷേത്രം സ്ഥാപിച്ചത്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃതസർ ആണ് ഇന്ത്യയിലെ സോളാർ നഗരം. സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ആദായ നികുതി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്ന വർഷം 1941. 1941 അമേരിക്കയിലെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത്. ജപ്പാനാണ് 5 വർഷം കൂടുമ്പോൾ സെൻസസ് നടത്തുന്ന ഏഷ്യൻ രാജ്യം. സെൻസസ് നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂറിലെ നാട്ടുരാജാവ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാബായ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ വനിത ഝാൻസി റാണി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി വനിത ആനി ബസന്റ് ജനിച്ചത് ലണ്ടനിലാണ്. ലണ്ടനും പാരീസും ഒരു ഭാരതീയന്റെ കണ്ണാടിയിൽ കൂടി എന്ന കൃതി രചിച്ചത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോന്റെ ഒരു കൃതിയാണ് ഭൂതവും ഭാവിയും.